എക്സ്ക്യൂസ് മീ ഗേൾ, കാപ്രയുണ്ടോ? കാപ്രയോ? ആ കാപ്ര. അവന്റെ പേര് വേറെന്തോന്നില്ല. അയ്യോ നമുക്കറിയാൻ പാടില്ല. കാപ്ര എന്നാണ് ഞങ്ങൾ വിളിക്കണത്. പടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്. ഇത് പ്രയാഗ്. ഇത് അവിടെ ഉണ്ട്. വണ്ടി കൊള്ളാം. ഇതിനകത്തെങ്കിലും ഞാൻ പണി പഠിക്കും. ഇതിന്റെ എഞ്ചിൻ എവിടെയാണെന്നാവോ? എന്ത് പതൊരു വണ്ടിയാണ്, കുറെ കുഴല് മാത്രമുള്ളല്ലോ. ശരിക്കും പേര് പ്രയാഗൻ എന്നാണല്ലേ? അല്ല, ഡിക്കാപ്രിയോ. എന്താണ് സത്യമായിട്ടും? മാൻ, എക്സ്റ്റീരിയർ പോളിഷിംഗ് ചെയ്യണം. ഭയങ്കര ചൊറിച്ചിലടോ. ഇന്റീരിയറും ഒന്ന് ജെം ക്ലീൻ ചെയ്യേണ്ടി വരും. ഇവിടുത്തെ പണിയല്ലെന്ന് അറിയാം. എന്നാലേ എഞ്ചിൻ ഒന്ന് ട്യൂൺ ചെയ്തേര്. പിന്നെ ബ്രേക്ക് ഇടുമ്പില്ലേ കീ കീ സൗണ്ട് ഉണ്ട്, ഒന്ന് ടേക്ക് ചെയ്തേരട്ടാ. കീന്നല്ലേ അത്? നമ്മുടെ മറ്റേ ഓയിൽ മാറാറുണ്ട്, അതാണ് മറ്റേ ബടി. ബടിയുടെ മറ്റേ ബടി ഉണ്ടല്ല, ആളെ വർക്കൊന്ന് നൈസായിരുന്നിട്ടാ. ടോമിന്ന് ലീവാ. ബൈസെപ്സ് പൊളിയാണ് കേട്ടാ. ഏത് ജിമ്മിലാണ് പോകുന്നത്? വീടിൻ്റെ അടുത്താ. ഓ, നമ്മുടേത് കുറച്ച് ദൂരെയാണ്. ഷോൾഡർ പോരാ, നമ്മൾ ചെസ്റ്റും ബാക്കും വിങ്സും ഒരുമിച്ചടിച്ചാലേ നമുക്ക് 6 പാക്ക് വരും. വേണമെങ്കിൽ തൊട്ട് നോക്കിയോ? ഓ വേണ്ട. ഹലോ, ഇയാളെന്തോന്നും മഴ കണ്ടിട്ടില്ലേ? സൈക്കിളിന്റെ ചെയിൻ പൊട്ടിയതാ. ഓ ഇപ്പൊ ശരിയാക്കി തരാം. ഇതെന്ത് സാരില്ല ജെറി, പപ്പ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇട്ട് തന്നോളൂ. എന്നാൽ എനിക്ക് അറിയാവുന്നായിരുന്നു. പോയില്ലേ, ഞാൻ സ്പാൻ എടുത്തോണ്ട് വരാം. ഇപ്പൊ ശരിയാക്കി തരാം.
ചോദിച്ചു. ജെറി ശരിയാക്കി തരാന്ന് പറഞ്ഞ സ്പാനർ എടുക്കാൻ പോയതാ. അവന്റെ നിക്കറിന്റെ സിപ്പ് ഇപ്പോഴും അപ്പനായിട്ട് കൊടുക്കണേ. ആഹാ, ആ ടൂൾ ബോക്സ് ഒക്കെ എങ്ങോട്ടാ എടുത്തോണ്ട് വെക്കടാ. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ. മാസിലും വിരിപ്പിലും നടക്കുന്നുണ്ടല്ലേ വൃത്തികെട്ട. ജെറിയുടെ ചേട്ടന് എന്താ മസില്? പോട്ടെ, അതൊക്കെ പ്രോട്ടീൻ പൗഡറാ. സൽമാൻ ഖാനാന്ന് വിചാരം. ആ എത്തിയോ? ഇത് കണ്ടില്ലേ? ഇത് എന്താ ഇത് ഇങ്ങനെ? ദാ, ഇത് കൊണ്ടുപോയി എവിടെങ്ങാനും വെച്ചേ. ഇല്ല. അതെന്താ? ഈ ചേട്ടന്റെ ഫ്രണ്ട്സിന് മുമ്പിൽ കളിയാക്കി. ആണോടാ? എന്ത് കളിയാക്കി? ജിപ്പി കുടുങ്ങിയ കാര്യം പറഞ്ഞു. ആഹാ, അത് നടന്ന കാര്യല്ലേ മോനെ? അതുകൊണ്ട് എല്ലായിടത്തും പറയുന്നുണ്ടോ? അച്ചക്ക, നിന്റെ സിപ്പി കുണിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. അടുത്തോണ്ട് പറയട്ടാ. ദേ, അടങ്ങിയിരിക്കുന്നുണ്ടോ രണ്ടുപേരും? അപ്പനവിടെ ഓ, ദേ അവിടെ ജിമ്മി പെരുപ്പിച്ചോണ്ടിരിക്കുവാ. ഞാൻ അപ്പനോട് പറയും. ഇന്ന് ഞാൻ ശരി. അപ്പോയി പ്രായം നോക്കി വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇവിടെ കുഴഞ്ഞു വീണ ആരും ഉണ്ടാവില്ല തൂക്കി കൊണ്ടുപോകാൻ. ഇത് നിന്നെ പോലെ പ്രോട്ടീൻ പൊടി കൊണ്ട് ഉരുട്ടിയെടുത്തല്ല. ഓ, നാച്ചുറൽ മോനെ, നാച്ചുറൽ. നിന്റെ പ്രായത്തിലേ ഞാൻ പഞ്ചഗുസ്തി ചാമ്പ്യനാ. ഇപ്പൊ പിടിച്ചാലും പുട്ടുപോലെ നിന്നെ അടിക്കും. നോക്കുന്നോ? വേണ്ട എന്റെ പൊന്നോ, ഞാൻ ഇല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഈടാ അപ്പനോട് കൂട്ടാൻ ചങ്കുറപ്പില്ല, അത് പറ. അല്ല ഇതെന്താ രണ്ടു നേരം വർക്കൗട്ടൊക്കെ? പഴയതുപോലെ സ്റ്റാമിന ഇല്ലടാ, സ്റ്റാമിന കൂട്ടണം. അപ്പാ സ്റ്റാമിന കൂട്ടിക്കോ, പക്ഷെ ആളുടെ എണ്ണം കൂട്ടരുത് വീട്ടിൽ. ഓക്കെ ഓക്കെ. അപ്പ അപ്പന്റെ സ്റ്റാമിന കൂടെ വീട്ടിലെ ആൾക്കാർ എണ്ണ എങ്ങനെ കൂടാ? അപ്പ